എത്രയൊക്കെ ക്രിട്ടിസൈസ് ചെയ്താലും പുള്ളി കളിക്കുമ്പോ പേടിയുണ്ട്. പേടി മാത്രല്ല, പേടി എന്ന് വെച്ചാൽ ആ പേടിനെങ്കിലും കൂടുതൽ ഗോൾ അടിച്ചു കഴിഞ്ഞിട്ട് Muchas gracias, afición. Este es para vosotros. ആ ഒരു ജർമ്മൻസിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനം ശരിക്കും ഇപ്പൊ അർജന്റീനക്ക് ഉണ്ട്. അതായത് അവര് കഴിഞ്ഞ കറന്റ് ചാമ്പ്യൻസ് ആണല്ലോ, അപ്പൊ അതിന്റേതായ ഒരു പേരിനൊരു വിലയും അതും ആ ഒരു സ്ട്രെങ്ത്തും ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഫ്രാൻസിന്റെ പെർഫോമൻസിനോട് എനിക്ക് വലിയ തണുപ്പൻ എംബാപ്പയ്ക്ക് ആണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് കയറി പോകാനായിട്ട്, പക്ഷെ പെട്ടെന്ന് ബോള് കയ്യിൽ നിന്ന് ലൂസായി പോകുന്ന ഒരു പഴയ ഒരു എംബാപ്പയുടെ ആ ഒരു 18ലും 22ലും കണ്ടൊരു എംബാപ്പേനെ എനിക്ക് കാണാൻ പറ്റിയില്ല ആ ഫസ്റ്റ് ഹാഫിൽ. പിന്നെ പോർച്ചുഗലിനെതിരെ ഇപ്പോൾ കോങ്കോയുടെ ഒരു പ്ലെയർ ഗോൾ അടിച്ചാൽ പിന്നെ ഹിസ്റ്ററിയുടെ പാർട്ടാണ്. അപ്പോൾ അവർ അതിനുവേണ്ടി എന്തും ചെയ്യും. അത് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. എന്ന് മനസ്സിലായി അർജന്റീന ഫാൻസ് എല്ലാരും ഇന്ന് പോർച്ചുഗൽ തോക്കാൻ വേണ്ടി അർത്ഥം. പോർച്ചുഗൽ തോറ്റാലും ഇല്ലെങ്കിൽ റൊണാൾഡോ അടിക്കാണ്ടിരിക്കാൻ അവരിതൊക്കെ ഇങ്ങനെ പറയും, ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കാണും ഒന്നേ റൊണാൾഡോ ഗോൾ അടിക്കരുത് അല്ലെങ്കിൽ നോക്കണം, എന്നിട്ട് വേണം നാളെ വന്നിട്ട് ഇനി കുറെ ഇറക്കായിരുന്നു. റെക്കോർഡിംഗ് ആണോ? അതെ, മറ്റേ 2018 വേൾഡ് കപ്പിൽ ക്രൊയേഷ്യക്കെതിരെ കളിച്ചൊരു ഗോൾ കീപ്പർ ഉണ്ടായിരുന്നല്ലോ, കുറെ മിസ്റ്റേക്സ് വരുത്തി. അവന്റെ റാക്കിറ്റിച്ചിന്റെ കയ്യിലോട്ടോ ആരെ ഉരുട്ടി കൊടുത്തിട്ട് അവിടുന്ന് കൊടുത്ത സ്പോട്ടിൽ തന്നെ റീബൗണ്ട് അടിച്ചിട്ട് വേണ്ട സിറ്റ് ഉണ്ടെങ്കിൽ ക്രൊയേഷ്യ ആയില്ല. അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നൊക്കെ കളി കാണുമ്പോ, അർജന്റീന കളി കാണുമ്പോ ഈ ഒരു ഭയങ്കര സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ആക്ച്വലി നല്ലതാ, ടീം നല്ലോണം കളിക്കുന്നുണ്ട്. 2018 ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഡിമരിയ, അഗ്യൂറോ എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ വൻ ശോകം കളിയായിരുന്നു. 2018 ആയാലും 14 ആയാലും കാര്യം നമുക്ക് ഗോൾസ് അല്ലാതെ ഒരു ബിൽഡപ്പ് പ്ലേയോ ആ സാധനങ്ങളൊന്നും ഒരു ക്വാളിറ്റി ഉള്ളതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നു. അറ്റാക്ക് എപ്പോഴും ഉണ്ടായിരുന്നു, അതിന്റെ എവർ പ്രസന്റ്. പക്ഷെ മിഡ്ഫീൽഡും ഡിഫൻസ് കുഴപ്പമില്ല, പക്ഷെ ഈ പറഞ്ഞ മിഡ്ഫീൽഡ് ഭയങ്കര ഒരു വീക്ക് പോയിന്റ് ആയിരുന്നു അവർക്ക്. എപ്പോഴും ഒരു അഗ്രഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു അഗ്രഷൻ മാത്രം പോരല്ലോ, ഒരു ക്വാളിറ്റിയുടെ കൂടെ ഒരു അഗ്രഷൻ ഉണ്ടെങ്കിൽ ഒരു ആ ഒരു ജർമ്മൻസിനൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധനം ശരിക്കും ഇപ്പൊ അർജന്റീനക്ക് ഉണ്ട്. അതായത് അവര് കഴിഞ്ഞ കറന്റ് ചാമ്പ്യൻസ് ആണല്ലോ, അപ്പൊ അതിന്റേതായ ഒരു പേരിനൊരു വിലയും അതും ആ ഒരു സ്ട്രെങ്ത്തും ഉണ്ട്. അതെന്തായാലും നല്ല രീതി ഒപ്പോണന്റ് ടീമിനെ ആണെങ്കിലും അഫക്ട് ചെയ്യും. നമ്മളിപ്പോ ചാമ്പ്യൻസിനെ കളിക്കുന്നതെന്ന് പറയുമ്പോ അതിന്റേതായ ഒരു ഫിയർ ഇതുണ്ട്. പിന്നെ ഈ യങ് പ്ലേയേഴ്സ് ക്യാമ്പിലേക്ക് വരുമ്പോഴും അവരൊരു ചാമ്പ്യൻസ് ആയിട്ടാണല്ലോ വരുന്നത്. അവര് ആദ്യമായിട്ട് കളിക്കുമ്പോഴും അവർക്കും നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ നല്ല രീതിയിൽ പുഷ് ചെയ്യും പ്ലേയേഴ്സ്, ലൈക്ക് സ്റ്റാർട്ടേഴ്സിന് ഒരു പുഷാ. പിള്ളേര് വരുന്നുണ്ട്, നമ്മൾ പെർഫോം ചെയ്തില്ലേ നമ്മളെടുത്ത് മാറ്റി ഇവര് കളിക്കും എന്നുള്ളൊരു ഇത് വരുമ്പോ ഐ തിങ്ക് ഹെൽത്തി കോമ്പറ്റീഷൻ എല്ലായിടത്തും വേണം. എല്ലായിടത്തും 2 പ്ലേയേഴ്സ് എങ്കിലും എല്ലാ പൊസിഷനിലും വേണം എന്നാണ് അതിന്റെ ഒരു ഇത്. ആ പേരൊക്കെ കേൾക്കുമ്പോ ഭയങ്കര തലവേദന എടുക്കും. ഈ ഗുസ്മാൻ അല്ല, ഗുസ്മാൻ മറ്റൊരു ഹെയർസ്റ്റൈൽ കുറച്ച് മീശ വെച്ചിട്ടുള്ള കീപ്പറല്ലേ? അത് അർജന്റീനയുടെ അല്ലല്ലോ ഗുസ്മാൻ. പിന്നല്ലാണ്ട് അല്ല, ഈ കഴിഞ്ഞ ലാസ്റ്റ് സ്ക്വാഡിൽ ഗുസ്മാൻ ഇല്ലല്ലോ. ഇല്ല, ഇയാള് മറ്റേ 2018 മുമ്പത്തെ ഒരു യുണൈറ്റഡിൽ കളിച്ച ഒരു കീപ്പർ ഉണ്ടായിരുന്നല്ലോ, അത് റൊമേറോ കളിക്കില്ലായിരുന്നോ? റൊമേറോ നല്ല കീപ്പറായിരുന്നു. റൊമേറോ കുഴപ്പമില്ലാത്ത കീപ്പറായിരുന്നു, നല്ല കീപ്പറായിരുന്നു. ആ 14 ആ സെമി ഫൈനലൊക്കെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലല്ലേ റൊമേറോ ആയിരുന്നു സ്റ്റാർട്ടർ. ഭയങ്കര ഡിസൈസീവ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആയിരുന്നു 2014. ഭയങ്കര ക്രൂഷ്യൽ റോളായിരുന്നു റൊമേറോ ഉണ്ടായിരുന്നത്. കുനിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതാ അമ്മ ഗോഡ്സയുടെ ആ ഒരു ഗോള്, പുള്ളി ഡൈവ് ചെയ്ത് താഴേക്ക്
വരുന്നതിനൊരു ടൈം ഡിലേ ഉണ്ട്, അപ്പോഴേക്കും ബോള് പോയി. ശരിക്കും തോന്നുന്നു അത് ഒരു വലിയ ഫാക്ടർ, ആ ഗോൾ കീപ്പറിനെ കിട്ടുന്ന വലിയൊരു ഫാക്ടർ ആയിരുന്നു. അതൊരു ഫിക്സ്ഡ് പൊസിഷൻ അല്ലായിരുന്നു അതിന്. എപ്പോഴും എല്ലാ കോമ്പറ്റീഷനിലും വേറെ വേറെ കീപ്പർ ആയിരുന്നു. ആ ഒരു ടൈമില് അർജന്റീനയ്ക്ക് വേറെ ക്വാളിറ്റി ഗോൾ കീപ്പർ എന്ന് പറയാൻ വലിയ ബിഗ് നെയിം ഇല്ല. മാർട്ടിനസ് പോലെ ഒരു ബിഗ് നെയിം പക്ഷെ റൊമേറോ മാർട്ടിനസ് പോലും ഈ സമയത്തൊക്കെ ഉണ്ട്. അതായത് ഈ 14-18 സമയത്തൊക്കെ പുള്ളി ആക്റ്റീവ് പ്ലെയർ ആണ്. പക്ഷെ പുള്ളിക്ക് ക്ലബ് ലെവലിൽ ഒരു ചാൻസ് കിട്ടാത്തതുകൊണ്ട് പുള്ളിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് വൺസ് അതൊന്ന് പ്രൂവ് ചെയ്ത് അപ്പൊ തന്നെ ക്വാളിറ്റി അപ്പൊ തന്നെ അവര് പിക്ക് ചെയ്തു. പിന്നെ അങ്ങോട്ട് നോട്ട് റണ്ണിങ് ബാക്ക്. പക്ഷെ മാർട്ടിനസ്, ഡു യു തിങ്ക് ഹീൽ ഹാവ് എ ഗുഡ് സീസൺ ലൈക്ക് വേൾഡ് കപ്പ് സീസൺ? കാരണം പ്രീമിയർ ലീഗ് സീസൺ വാസ് ആവറേജ്. അല്ല, ഫസ്റ്റ് മാച്ച് കൊണ്ട് നമുക്ക് ഒരു പ്രോപ്പർ ചലഞ്ച് ഫേസ് ചെയ്തില്ല. പക്ഷെ പുള്ളിയുടെ കൺട്രി സംഭവം കുറച്ച് ഡിഫറെന്റ് ആണ്. ആ ഒരു അർജന്റീന എന്നുള്ളൊരു ഇമോഷൻ പുള്ളിക്ക് ഭയങ്കരമായിട്ട് അത് പുള്ളിയുടെ പെർഫോമൻസിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഫസ്റ്റ് മാച്ചിൽ പുള്ളി അത്രയും ചലഞ്ച്ഡ് ആയിട്ടില്ല. അപ്പം പോകെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നു മാർട്ടിനസ് ഒബ്വിയസ്ലി നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ആകെ ഞാൻ കാണുന്ന ചലഞ്ച് എന്ന് വെച്ചാൽ സെന്റർ ബാക്സിൽ ഇപ്പൊ ലിസാൻഡ്രോയും റൊമേറോ ഒക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഈ നല്ല ക്രോസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. കാരണം ലിസാൻഡ്രോ എത്ര അഗ്രസീവ് ആണെന്ന് പറഞ്ഞാൽ ഹൈറ്റിന്റെ ആ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ഓൾറെഡി ഒരു 6'1" ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ വന്ന് പുള്ളി ചാടുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഹി കനോട്ട് ക്യാച്ച് അപ്പ് ടു ഇറ്റ്. റൊമേറോ പക്ഷെ അഗ്രസീവ്. അങ്ങനത്തെ ടാർഗറ്റ് മാൻ വെച്ച് കളിക്കുന്ന ടീംസിനടുത്ത് മേ ബി ഓട്ടോമെന്റിയ വേണമെങ്കിൽ പ്രിഫർ ചെയ്യുന്ന ഒരു സ്റ്റേജ് സ്കലോണി ചെയ്തേക്കാം. സെനസി ക്യാമ്പിൽ ഇതുവരും ജോയിൻ സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. സ്ക്വാഡിൽ ഞാൻ കണ്ടില്ല, പക്ഷെ അവര് ലാസ്റ്റ് ട്രെയിനിങ് വീഡിയോയിൽ അപ്പം മേ ബി ഓക്കെ. സെനസി വന്നാലും ഓക്കെയാണ്. ഹൈറ്റിന്റെ ഒരു ഇഷ്യൂ മാറി കിട്ടാൻ. ഫ്രാൻസിന്റെ ഗോൾസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിന് ശേഷമാണ് നല്ല ഫ്രാൻസിന്റെ ഒരു പ്രോപ്പർ അറ്റാക്ക് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് സെക്കൻഡ് ഹാഫിന് ശേഷമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ കുറച്ചും കൂടി ബോൾ ഹോൾഡ് ചെയ്ത് സെനഗൽ നല്ല രീതിയിൽ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ നടത്തി. സെനഗലിന് തന്നെ ഇസ്മായില സാർ എന്ന് പറയുന്ന പ്ലെയറിന് നല്ലൊരു ഓപ്പൺ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്ലിയർ ഒരു ഓപ്പൺ ചാൻസ് ആയിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരൻ അടിച്ചത് പുറത്ത് കളഞ്ഞു. അല്ലെങ്കിൽ അതും ആ ഒരു ചാൻസ് കിട്ടിയത് അവർക്ക് കറക്റ്റ് ഹാഫ് ടൈമിന്റെ ആ ഒരു വിസിലടിക്കാൻ കുറച്ച് സെക്കൻഡ്സ് ബാക്കിയുള്ളപ്പോഴാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഗോൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ഒന്ന് ഫ്രാൻസിന് ഒന്ന് പ്രഷറൈസ് ചെയ്യാൻ പറ്റിയ സെനഗലിന്. പക്ഷെ ആ ഒരു എക്സാക്ട് മൊമെന്റിൽ ഈ പറഞ്ഞ പോലെ മേ ബി ലാക്കിങ് ക്വാളിറ്റിയിലാക്കിയതുകൊണ്ടായിരിക്കാം. ഈ 2002 ഫ്രാൻസിന് സെനഗലില് ലാസ്റ്റ് അതെ, അതായത് 98 കപ്പ് എടുത്തതിന് ശേഷം മറ്റേ ഒരു കേസ് ഉണ്ടല്ലോ, സെനഗലില് 1-0 ബീറ്റ് ചെയ്ത് പുറത്തായി. ഇന്നലെ കളി കണ്ടെങ്കിൽ അത് ആര് സെനഗലില് ഫ്രാൻസ് ഒരു കളി ഓർമ്മയില്ല. അപ്പൊ അങ്ങനെയാണ് ആ ഒരു 2002 അവര് അതും വൻ കളിയായിരുന്നു സെനഗൽ. എപ്പോഴും അത്യാവശ്യം ക്വാളിറ്റി ഇപ്പോഴും ഇല്ല. ക്വാളിറ്റി ടീം ഇപ്പോഴും ഉണ്ട്, പക്ഷെ അവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് കിട്ടുന്ന ഇന്നലെ തന്നെയാണ് ഒരുപാട് അവസരങ്ങൾ കിട്ടി അവർക്ക്. പക്ഷെ ആ ഒരു കിട്ടുന്ന കൺവേർഷൻ റേറ്റ് അവർക്ക് ഭയങ്കര കുറവാണ്. കിട്ടുന്ന ചാൻസസിന്റെ അപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ അവരുടെ സ്ട്രൈക്കർ എന്ന് പറയുന്നത് നിക്കോളാസ് ജാക്സൺ ആണ്. പുള്ളിക്കാരന് എത്രത്തോളം കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചെൽസിയിലും അതേപോലെ തന്നെ ബയൺ മ്യൂണിക്കിലും കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ലാക്ക് ഓഫ് ക്വാളിറ്റി കാണാനുണ്ട്. അവസാനം സെനഗലിൻ്റെ ആകെ ഗോൾ വന്നത് PSG ഒരു യങ് പ്ലെയർ എംബായി എന്നോ അങ്ങനെ എന്താ പുള്ളിയുടെ പേര്, ആ പുള്ളിയുടെ ഫാദർ, അത് യങ് പ്ലെയർ ആണ്, പുള്ളിയാണ് ഒരു ഗോൾ അടിക്കുന്നത് സെനഗലിന് വേണ്ടിയിട്ട്. നിക്കോളാസ് ജാക്സന്റെ ആ ഷോട്ട് റീബൗണ്ട് ചെയ്ത് അതായത് ഒരു ലക്കിന്റെ കീപ്പറിന്റെ പുറത്ത് കൊണ്ടത് കയറാമായിരുന്നു. പക്ഷെ അത് ലക്കിന്റെ ഫാക്ടർ ആയിരുന്നു ഒബ്വിയസ്ലി. നല്ലൊരു ഷോട്ടായിരുന്നു അത്, പോസിബിലിറ്റി ഉള്ള ഷോട്ടായിരുന്നു. കാരണം ആ ആംഗിൾ വാസ് ടൈറ്റ്, കീപ്പറിനെ ടെക്നിക്കലി ബീറ്റ് ചെയ്തു, പക്ഷെ പോസ്റ്റ് ചെയ്തു. പിന്നെ ഫസ്റ്റ് ഹാഫ് ഫ്രാൻസിന്റെ പെർഫോമൻസിനോട് എനിക്ക് വലിയ തണുപ്പൻ എംബാപ്പയ്ക്ക് ആണെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് കയറി പോകാനായിട്ട്. പക്ഷെ പെട്ടെന്ന് ബോള് കയ്യിൽ നിന്ന് ലൂസായി പോകുന്ന ഒരു പഴയ ഒരു എംബാപ്പയുടെ ആ ഒരു 18-ലും 22-ലും കണ്ട ഒരു എംബാപ്പേനെ എനിക്ക് കാണാൻ പറ്റിയില്ല ആ ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ നേരെ ഒരു ത്രൂ കൊടുത്തിരുന്നു എംബാപ്പയ്ക്ക് ഡിഫൻസ് ലൈൻ ഫുൾ കണ്ട്. പക്ഷെ അത് ബോൾ മിസ്സായി. അത് എനിക്ക് തോന്നുന്നു അത് ഭയങ്കര ഡേഞ്ചറസ് ഒരു ബോളായിരുന്നു. നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എംബാപ്പയ്ക്ക് അത് അവിടെ ഇപ്പൊ പറഞ്ഞ പോലെ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം 18-ലും 22-ലും കണ്ട. പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഞാൻ കണ്ടില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ വെച്ചിട്ട് എനിക്ക് 2022 ഫ്രാൻസിന്റെ അത്രയും ഒരു ബിൽഡപ്പും ഒക്കെ ഉള്ള ഒരു ഗെയിമായിട്ട് തോന്നിയില്ല. അത് അവര് വിന്നർ ചാമ്പ്യൻസ് ആയിട്ടാണ് 22-ല് വന്നത്. അപ്പൊ അതിന്റെ ഒരു സ്വാഗറും ആ ഒരു കോൺഫിഡൻസും ഉണ്ടാവും.
ഇത് അവർ ഫൈനലിൽ പോയിട്ട് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ബോക്സിംഗ് മാച്ച് പോലെ എല്ലാവരും ആദ്യം ഫീൽ ഔട്ട് ചെയ്യും ഒപ്പോണന്റ് എങ്ങനെയാണ് ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് സെക്കൻഡ് ഹാഫിൽ അതനുസരിച്ച് ടാക്ടിക്സ് മാറ്റി നല്ല രീതിയിൽ, കാരണം അവർക്ക് അതിന് ചേഞ്ച് ചെയ്യാനുള്ള ഇതുണ്ട്. ആ പാസ് ഒളീസയുടെ പാസ് കണ്ടറിയാം, ഭയങ്കര അങ്ങനത്തെ ഒരു പ്ലെയർ മിസ്സിംഗ് ആയിരുന്നു. ഇപ്പൊ 22-ലാണെങ്കിലും നോക്കിയാൽ പോഗ്ബ അങ്ങനെ ഒരു ചാൻസ് ക്രിയേറ്റർ ഇല്ലായിരുന്നു. ഒളീസ വിങ്ങിന്ന് കളിച്ച് അങ്ങനെ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വന്നത് ഇപ്പൊ അവർക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ നമുക്ക് പറഞ്ഞ പോലെ ജോസഫ് പറഞ്ഞ പോലെ പല പ്ലേയേഴ്സും ഒരു ട്രയൽ പോലെയാണ് കളിക്കുന്നത്. അവർക്കറിയാം സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും, അതുകൊണ്ട് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ വിൽ ഡു ആൻ എക്സ്പെരിമെന്റ് എന്നുള്ള രീതി. പിന്നെ ഓവർ എക്സേർട്ട് ചെയ്യണ്ട, ഇനി ഇഷ്ടം പോലെ കളിയുണ്ട്, ഫസ്റ്റ് കളി ജയിക്കണേലും ജയിച്ചാൽ മതി. അപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ അവര് എങ്ങനെ സെനഗൾ അടിച്ചിരുന്നെങ്കിൽ ഫ്രാൻസ് സ്വിച്ച് ഓൺ ആയേനെ. അവര് ആ ഒരു കിൽ മോഡിലേക്ക് പോയത്, കാരണം അവർക്ക് അപ്പൊ തന്നെ അടിക്കണം, തിരിച്ച് കംബാക്ക് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് വന്നേ. പക്ഷെ അവർക്ക് ആ ഒരു പറഞ്ഞ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. ക്യാപിറ്റലൈസ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഗെയിം ആയി പോയത്. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ അവര് ഓഫ് ദ റേസ് ആവും, സെനഗൾ കുറച്ച് ഡ്രോപ്പ് ബാക്ക് ചെയ്തേനെ. അപ്പൊ അവര് ഫ്രസ്ട്രേറ്റഡ് ആയതിനെ പിന്നെയും പറയാൻ പറ്റില്ല, അത് നടന്നെങ്കിലേ അറിയുള്ളൂ. പക്ഷെ എന്നാലും പോസിബിലിറ്റി. ഇന്നത്തെ മാച്ച് എക്സ്പെക്ടേഷൻ കോങ്കോക്കെതിരെയാണ്. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ കുറെ മാച്ചസ് കണ്ടതുകൊണ്ട് നമുക്ക് ഒരു ടീമിനെയും വില കുറച്ച് കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പ്രഡിക്ഷൻ ഉണ്ടോ? ജയിക്കും, ആസ് എ പോർച്ചുഗൽ ഫാൻ ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ജയിക്കുമെന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്. അല്ല അപ്പൊ പിന്നെ ചോദിക്കുന്നതിന് അർത്ഥമില്ല. സ്കോർ പ്രഡിക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പിന്നെ കോങ്കോന്റെ ആ ഒരു ഓറ ഞാൻ കണ്ടിട്ട് അവന്മാര് കൊല്ലണം എന്നുള്ള മൈൻഡ് വെച്ചിട്ടാണ് വന്നേക്കുന്നത് തോന്നുന്നു. ഒരു പുലിയുടെ ഒരു സാധനം അവന്മാരാണെന്ന് തോന്നുന്നു. ഒരു സ്യൂട്ടിനകത്തൊരു ജാഗോറിന്റെ സ്കിന്നൊക്കെ വെച്ചിട്ടാണ് അവന്മാര് വന്നത് തന്നെ. കോങ്കോ അല്ലേ മറ്റേ പടത്തില് അയൻ മൂവിയില് മറ്റേ സൂര്യ മറ്റേതായിട്ട് പോകുന്നത് സാധനം എടുക്കാൻ കൺട്രി പോകുന്നില്ല. അപ്പൊ അവന്മാരെ സംബന്ധിച്ചിട്ട് അവന്മാർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പോണായിട്ട് മരിക്കാൻ വേണ്ടി വരുന്നവരാണ്. ചെല്ലുമെന്ന് ഉറപ്പൊന്നുമില്ല. അല്ല, കാരണം അവര് ഒരു ഗോൾ അടിച്ച പോർച്ചുഗൽ പോലെ ഒരു കൺട്രിക്ക് ഒരു ഗോൾ അടിച്ച അവർക്ക് അത് അവരെ ഒരിക്കലും മറക്കാത്ത അവരുടെ അടിക്കുന്ന ആ ഒരു പ്ലെയർ. പിന്നെ അതിപ്പോ നമ്മുടെ ഇന്ത്യയുടെ കേസ് എടുത്താൽ പോലെ ഇന്ത്യ വേൾഡ് കപ്പിൽ പോയി ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. പിന്നെ പോർച്ചുഗലിനെതിരെ ഇപ്പൊ കോങ്കോയുടെ പ്ലെയർ ഗോൾ അടിച്ചാൽ പിന്നെ ഹിസ്റ്ററിയുടെ പാർട്ടാണ്. അപ്പൊ അവർ അതിനുവേണ്ടി എന്തും ചെയ്യും. അപ്പം എന്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് മേ ബി ഒരു 3-1. എങ്ങനെ റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്യൂ? മാർട്ടിനസ് കോച്ച് ആയതുകൊണ്ട് റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യണോ അതോ ബെഞ്ചിന്ന് വരണോ? ഇപ്പൊ അല്ല, റൊണാൾഡോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേറെ ഗോൺസാലോ ഗുയിഡസും ഗോൺസാലോ റാമോസും ഉള്ളൂ ഒരു പ്രോപ്പർ വേറൊരു സ്ട്രൈക്കർ എന്ന് പറയാനായിട്ട്. അപ്പൊ ഇവരെ മൂന്നുപേരെ എടുത്തു വെച്ചിട്ട് ആരെ സ്റ്റാർട്ടിംഗ് ലെവലിൽ കൊണ്ടുവരണം ചോദിച്ചാൽ ഞാൻ റൊണാൾഡോന്നേ പറയുള്ളൂ. കമ്പയറിംഗ് ദ സ്റ്റാറ്റ്സ് ദാറ്റ്. പക്ഷെ ഇപ്പോൾ ഉള്ള പുള്ളിയുടെ ഏജും ഇതുമെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നേരം കളിക്കുന്നതാണ്. കുറച്ച് നേരം പുള്ളി മേ ബി ഇപ്പോൾ കുറച്ചു നേരം കളിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് ടൈമില് ഗൈഡസോ അല്ലെങ്കിൽ റാമോസോ ഒക്കെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫുൾ ടൈം കളിക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല. പക്ഷെ കൂടുതൽ ഇമ്പാക്ട് വരാൻ പോകുന്നത് ഇപ്പൊ ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സിൽ ഇറക്കിയാലാണോ അതോ സ്റ്റാർട്ടിങ്ങിൽ ഇറക്കുമ്പോഴായിരിക്കും? അത് ഡിപ്പെൻഡിങ് ഓൺ ദ ഗെയിം ഡേ. മോസ്റ്റ് ലൈക്ലി ഒരു 70 മിനിറ്റ്സ് ആകുമ്പോൾ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഒക്കെ ഇച്ചിരി ടയർഡ് ആയിരിക്കില്ലേ? അപ്പൊ ആ സമയത്ത് കൊണ്ടുവരുമ്പോഴായിരിക്കില്ലേ കുറച്ചുകൂടെ ഒരു ഔട്ട്പുട്ട് കിട്ടാൻ പറ്റുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. വിൻ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വിൻ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ സിറ്റുവേഷൻ വരുന്നതേ ഇല്ല. ഇപ്പം ഓൾറെഡി ഇപ്പൊ നമ്മളൊരു ഫുള്ളി സ്റ്റാർട്ടിംഗ് റൗണ്ട് ഇറക്കി ഒരു 2 ഗോൾ ലീഡ് എടുത്തു, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോയി, പിന്നെ നമ്മൾ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഓൾറെഡി 2-0 ലീഡ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ സ്ട്രൈക്കറിനെ സബ് ചെയ്ത് വേണേൽ കൊണ്ടുവന്ന് കുറച്ചുകൂടെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിട്ട് വേണേൽ കൊണ്ടുവരാം. അതൊക്കെ എനിക്ക് തോന്നുന്നു റൊണാൾഡോയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും. കാര്യം റയലിലൊക്കെ കളി, അതായത് കോൺസ്റ്റന്റ് ആയിട്ട് ക്രോസും ലോങ് ബോൾസ് ഒക്കെ ഉള്ള ഒരു ടീമിൽ അത്ര സപ്പോർട്ടുള്ള ടീം റൊണാൾഡോക്ക് ഇപ്പോഴും കൗണ്ടറും ആ ഒരു ട്രാൻസിഷനിൽ കളിക്കുന്ന ടീമാണ്. ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ കുറച്ചുകൂടിയും അങ്ങനത്തെ ഒരു ടീമല്ല. അതൊരു ഹൈ പ്രസിംഗ് ടീം. മീൻസ് അവര് ബിൽഡപ്പ് ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് പ്രത്യേകിച്ച് വിറ്റീനിയ, ജോനസ് പോലത്തെ പ്ലേയേഴ്സ് കുറച്ചുകൂടെ ബോൾ ഹോൾഡ് ചെയ്ത് ബോള് മറ്റുള്ള പ്ലേയേഴ്സിന് കൊടുക്കാതെ അതിങ്ങനെ കൊണ്ടുവന്ന് പാസ്സൊക്കെ ഇട്ട് കയറി ആ ഒരു. പക്ഷെ ഒരാളാണ് എനിക്ക് തോന്നുന്നത് ഷൈൻ ചെയ്യാൻ ബ്രൂണോ ഇൻ ദ ഫോം ഈസ് ഇൻ.
ഐ തിങ്ക് ഈറ്റ്സ് ഗോണ ഫൈൻ ലൈക്ക് പ്രോപ്പർ നല്ല അടിപൊളി ലൈൻസ് ബ്രേക്ക് ചെയ്യുന്ന ബോൾസ് പുള്ളി പാസ് കൊടുക്കുന്നത്. നല്ല പാസസ് മേ ബി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ റൊണാൾഡോ കൺവേർട്ട് ചെയ്യാൻ അതാണ് ആ വേൾഡ് സ്റ്റേജിൽ എത്തുമ്പോൾ ഹോപ്പ്ഫുള്ളി ഹി ഡസ്. ഐ വാണ്ട് ഹിം ടു ഹാവ് എ ഗുഡ് വേൾഡ് കപ്പ്. ഒരു കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് എത്രയൊക്കെ ക്രിട്ടിസൈസ് ചെയ്താലും പുള്ളി കളിക്കുമ്പോ പേടിയുണ്ട്. പേടി മാത്രല്ല, പേടി എന്ന് വെച്ചാൽ ആ പേടിനെങ്കിലും കൂടുതൽ ഗോളടിച്ചു കഴിഞ്ഞിട്ട് കേൾക്കേണ്ടി വരും. ആ പേടിയായിട്ടായിരിക്കുള്ളൂ. പക്ഷെ പുള്ളി അങ്ങനെ പേടിച്ചിരിക്കുമ്പോ പുള്ളി ചിലപ്പോ അടിക്കുകയും ചെയ്യാം. അത് വർഷങ്ങളുടെ അത് ഇത്ര വർഷമായിട്ട് അക്യുമുലേറ്റ് ചെയ്ത സാധനം തന്നെയാണ്. അതെ, വെടിമരുന്നുണ്ട്. അത് ഒരിക്കലും ഡിനൈ ചെയ്യാൻ പറ്റില്ല. എന്ത് മനസ്സിലായി, അർജന്റീന ഫാൻസ് എല്ലാരും ഇന്ന് പോർച്ചുഗൽ തോക്കാൻ വേണ്ടി അർത്ഥം. പോർച്ചുഗൽ തോറ്റാലും ഇല്ലെങ്കിൽ റൊണാൾഡോ അടിക്കാണ്ടിരിക്കാൻ അവരെന്തായാലും ഇതൊക്കെ ഇങ്ങനെ പറയും. ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കാള് ഒന്നേ റൊണാൾഡോ ഗോൾ അടിക്കരുത്, അല്ലെങ്കിൽ നോക്കണം, എന്നിട്ട് വേണം നാളെ വന്നിട്ട് ഇനി കുറെ ഇറക്കായിരുന്നു. അല്ല അതാ അങ്ങനെയല്ല കാര്യം. അല്ല, വേറൊരു സൈഡിൽ നിന്ന് ചോദിച്ചോട്ടെ, ഇന്നിപ്പോ അർജന്റീന തോറ്റ് മെസ്സി ഒന്നും ചെയ്തില്ലായിരുന്നെങ്കിൽ താങ്കളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഇവിടെ വന്ന് എന്തായാലും കളിയാക്കും, പക്ഷെ അത് വലിയൊരു മറ്റുള്ള റൊണാൾഡോ ഫാൻസിനെ പോലെ ഞാൻ വലിയ ബ്ലാസ്റ്റ് ചെയ്ത് ആഘോഷിക്കാനുള്ള ഒരു അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും. ആ ഒരു ബാൻഡർ കുറച്ച് ബാൻഡർ അടിച്ചിട്ട് പോകുന്നല്ലാതെ വേറെ നമ്മള് സോഷ്യൽ മീഡിയയിൽ ചെന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുക അങ്ങനത്തെ ആ ഒരു ഇത് കഴിഞ്ഞു ടൈം കഴിഞ്ഞു. അതിന്റെ ആവശ്യം ഇനിയിപ്പോ രണ്ടുപേരുടെ ഫാൻസിനും ഇല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലെ, ഇനിയിപ്പോ കുറച്ച് ഈ ലാസ്റ്റ് ഒരു ടൂർണമെന്റ് ഇത് നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ട് പോവാ. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ മറ്റേ ലാസ്റ്റ് ഡാൻസ് ഫൈനൽ ലാസ്റ്റ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സി നെയ്മർ റൊണാൾഡോനൊക്കെ വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതായത് നെയ്മർ ഫാൻസും റൊണാൾഡോ ഫാൻസ് ഇപ്പോഴും ലാസ്റ്റ് ഡാൻസ് മീൻസ് മെസ്സിനെയും കൂടി കൂട്ടി വിളിച്ചിട്ട് ഇനി ഒരു ബാറ്റിൽ ബാക്കിയുണ്ടെന്നുള്ളൊരു അവസാനത്തെ അവസാനത്തെ വേൾഡ് കപ്പ് പോലെ അത് ഓക്കെയാണ്. പക്ഷെ ചിലര് മീൻ ചെയ്യുന്നത് ഇനിയും ഒന്നുകൂടി ഒരു ബാറ്റിലുണ്ട് അതുണ്ട്. പക്ഷെ അതൊരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴും ഫാൻസിന് ഒരു രസമാണ്. ഒരു കഥ ഇപ്പൊ മിക്കവർക്കും അറിയാം അത് കഴിഞ്ഞു, ആ കോമ്പറ്റീഷന്റെ ഒരു ഇത് കഴിഞ്ഞു. ഇനിയിപ്പോ എല്ലാരും ഗുഡ് വേൾഡ് കപ്പ് എന്നുള്ള രീതി.